വരാൻ പോകുന്നതും ഇനി വരുന്നതുമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് PR ഏജന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധമായി മാറും. അങ്ങനെ മാറുമ്പോൾ സംഭവിച്ചു പോകുന്നത് നിങ്ങളുടെ റഡാറുകളിൽ നിന്ന് അതിദരിദ്രനായ മനുഷ്യൻ അപ്രത്യക്ഷനാവുകയും വോട്ടിന് ശേഷിയുള്ള സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയും അവൻ അധികാരത്തെ നിശ്ചയിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെ ഞാൻ അനുകൂലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ബാക്കി വികസനവും ബാക്കി എല്ലാ കാര്യങ്ങളും അത് അവിടെ നിൽക്കട്ടെ, ഒരേ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് റാൻസിയർ എന്ന ഫ്രഞ്ച് ചിന്തകൻ പറയുന്നത് പോലെ ഏറ്റവും അദൃശ്യവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ ദൃശ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഒരു സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ, കേൾക്കാത്തവന്റെ ശബ്ദം കേൾപ്പിക്കാൻ ഒരു സംവിധാനം നടത്തുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം. അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന പദ്ധതി ഒരു PR വർക്കല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. സഖാവ് PR രാജന്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ എല്ലാവരും പ്രകടിപ്പിച്ചു. ഈ പുരസ്കാരം CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ പേരിലായതുകൊണ്ട് ഈ പുരസ്കാരത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത് ഒരു പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്നയാൾ എന്ന നിലയിലല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല, ഇനി ഭാവിയിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അധികാരത്തോട് എപ്പോഴും കലഹിച്ചുകൊണ്ടേ മാധ്യമങ്ങൾക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ അതിന്റെ അർത്ഥം ഒരു സത്യാനന്തര കാലത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഏത് അവാസ്തവങ്ങളായ പ്രചരണങ്ങളിലൂടെയും നമുക്ക് നേരിടാമെന്നൊരു കൂട്ടർ വൈജ്ഞിക്കുമ്പോൾ വസ്തുതകൾ പറയുകയാണ് ആ സമയത്ത് ഇടതുപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തരത്തിലുള്ള PR വർക്കും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. എല്ലാ CPM നേതാക്കളുമായും എനിക്കുള്ള ബന്ധം എല്ലാ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം പോലെ തന്നെയാണ്. പക്ഷെ വസ്തുതകൾ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും ചോദിക്കും, ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികതയെ കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസുകൾ എടുക്കാറുണ്ട്. ഞാൻ അടുത്തിടെ ഒരു ഡിബേറ്റിൽ പറഞ്ഞു, കാൾ മാർക്സ് ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നുള്ളത് നമ്മളിൽ ചിലരൊക്കെ മറന്നുപോകുന്നു. അദ്ദേഹം 1842 റെനീഷ്യസ് ഷൂട്ടിംഗ് എന്ന് പറയുന്ന പത്രം തുടങ്ങുമ്പോൾ ഒരു വർഷക്കാലം മാത്രമേ ആ പത്രത്തിന്റെ എഡിറ്റർ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രഷ്യൻ ഭരണാധികാരികളാണ് പിന്നീട് ആ പത്രത്തെ അടച്ചുപൂട്ടി അദ്ദേഹത്തെ നാട് കടത്തുന്നത്. നന്നായി പത്രപ്രവർത്തനം നടത്തിയാൽ ഏറെക്കാലം ആ പത്രപ്രവർത്തനത്തിൽ തുടരാൻ കഴിയില്ല എന്നത് ആദ്യം തെളിയിക്കുന്നത് കാൾ മാർക്സ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട്. 5-6 വർഷം മാത്രമേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആ പത്രത്തിന്റെ തലപ്പത്തിരുന്നിട്ടുള്ളൂ. കേസരിയുണ്ട്, കുറച്ചു കാലം മാത്രമേ പത്രത്തിന്റെ തലപ്പത്തിരുന്നിട്ടുള്ളൂ. പത്രാധിപന്മാർ പത്രത്തെക്കാൾ മുമ്പേ തന്നെ പത്രങ്ങൾ അസ്തമിച്ചു പോയൊരു കാലം നമുക്കുണ്ട്. അത്രയും പോരാട്ടമാണ് പത്രങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോ നമ്മുടെ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു സത്യാനന്തര കാലത്ത് വസ്തുതകളെക്കാൾ അപ്പുറം വൈകാരികമായിട്ടുള്ള പ്രചരണത്തിന് ആക്കം കൂടുതൽ കാലമാണ്. നേരത്തെ വാൾട്ടർ ലിപ്മാന്റെ കാര്യം ദിനേശിനോട് സംസാരിച്ചു. വാൾട്ടർ ലിപ്മാൻ അവരെ കൂടി അടങ്ങുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. 1914 വുഡ്രോ വിൽസൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 1-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വുഡ്രോ വിൽസന് തോന്നി, ഇതിങ്ങനെ പോയാൽ കാര്യം ശരിയാവില്ല. അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യം ഉണ്ടാവണം. അമേരിക്കൻ ജനതയിലേക്ക് യുദ്ധവെറി എങ്ങനെയാണ് പകർത്തേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് ജോർജ് ക്രീൽ എന്ന് പറയുന്ന അന്നത്തെ ഒരു പത്രപ്രവർത്തകനെയും ഒരു അക്കാഡമിക് വിദഗ്ധനെയും ഒരുമിച്ച് ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേര് ക്രീൽ കമ്മിറ്റി എന്നുള്ളതാണ്. ആധുനിക കാലത്ത് പ്രൊപ്പഗാൻഡയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നിമിഷം എന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ടാക്കാൻ വേണ്ടി ഒരു പ്രസിഡന്റ് ഒരു പ്രചരണ സമിതിയെ, ഒരു പ്രൊപ്പഗാൻഡ ടീമിനെ നിശ്ചയിച്ചതാണ്. അത് ജോർജ് ക്രീൽ അധ്യക്ഷനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട്, അന്ന് ടെലിവിഷൻ ഇല്ല, അന്ന് ഈ പറയുന്ന ഡോക്യുമെന്ററികളും കാര്യമായിട്ട് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല, പോസ്റ്ററുകളിലൂടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ മനുഷ്യർ കവലകളിൽ നടത്തിയ പ്രസംഗങ്ങളിലൂടെ അന്ന് യുദ്ധത്തിനൊട്ടും താല്പര്യമില്ലാതെ ജനതയെ യുദ്ധവെറിയന്മാരാക്കി മാറ്റി. 6 മാസം കൊണ്ട് അമേരിക്ക പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം വേണം. അത്രയുമാണ് ശക്തി എന്ന് പറയുന്നത്. വാൾട്ടർ ലിപ്മാൻ തന്നെ പറയുന്നുണ്ട് തന്റെ പബ്ലിക് ഒപ്പീനിയൻ എന്ന പുസ്തകത്തിൽ, ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു കലയാണ്, അത് ആയുധമാണ്. ഫാസിസത്തിൽ എങ്ങനെയാണ് ഒരു മർദ്ദന ഉപകരണം പ്രധാനപ്പെട്ട ആയുധമായി മാറുന്നത്, അതുപോലെയാണ് ജനാധിപത്യത്തിൽ ഇൻവിസിബിളായി
നമുക്ക് നേരിട്ടറിയാതെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ നിരന്തരം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആശയമായിട്ട് പബ്ലിക് ഒപ്പീനിയനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു കലയായി മാറുന്നത് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. പക്ഷെ നമ്മൾ അത് വളരെ കൃത്യമായി അനുഭവിച്ചു തുടങ്ങുന്നത് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകങ്ങളിലാണ്. പബ്ലിക് ഒപ്പീനിയൻ ഈ പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വസ്തുതകളിൽ ഊന്നി നിന്ന് സംസാരിക്കുക എന്നുള്ളത്, ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഒട്ടും വേദനയില്ലാത്തതിന്റെ കാരണവും അതാണ്. നമ്മുടെ സമൂഹം എന്തായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിന് നിങ്ങൾക്ക് വളരെ വേഗം വലതുപക്ഷമാവാം. നിങ്ങൾക്ക് വലതുപക്ഷമാകാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അധികാര ഘടനയോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ വലതുപക്ഷമായി. അതിനകത്ത് പാരമ്പര്യവാദത്തിൽ കൂടി അടിയുറച്ചതാകുമ്പോൾ അത് തീവ്രമായ വലതുപക്ഷമായി മാറും. കോർപ്പറേറ്റുകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഒരു വലത് മധ്യമാണെങ്കിൽ, തീവ്ര വലത് ആവണമെന്നുണ്ടെങ്കിൽ ആ ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ പാരമ്പര്യത്തിലേക്ക് കൂടി മുന്നേറാൻ മതി. പക്ഷെ ഇടതുപക്ഷമാകുന്നതിന് വായിക്കേണ്ടതുണ്ട്, വസ്തുതകൾ അറിയേണ്ടതുണ്ട്, ചരിത്രത്തെ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അത്യന്തം ദുഷ്കരമായ കാര്യമാണ്. വായനയിൽ നിന്ന് കുറവ് പോകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് വലതുപക്ഷത്തിൻ്റെതായിരിക്കും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ കാശു വാങ്ങി ഈ പണി ചെയ്യുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. പകരം അറിയാതെ ആ വസ്തുതകൾക്ക് പിന്നാലെ പോകാനുള്ള അയാളുടെ പരിശ്രമത്തെ കുറയ്ക്കുന്ന ഒരു സാംസ്കാരിക ബോധം, ഒരു സാംസ്കാരിക പരിസരം നമ്മുടെ ചുറ്റുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും എന്റെ മാധ്യമ സുഹൃത്തുക്കളോടും വിദ്യാർത്ഥികളോടും ഞാൻ പറയുന്നത് കഥയുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് ഭോപ്പാലിലെ ദുരന്തത്തെയാണ് നമ്മൾ സാധാരണ ചൂണ്ടിക്കാണിക്കുന്നത്. ഭോപ്പാലിൽ 1984 നീതിയിൽ ഐസോസൈനേറ്റ് വാഹനം ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള രാത്രിയിൽ പടരുന്നു. ആ സമയത്ത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഒരു തീവണ്ടി, ഖരഗ്പൂരിൽ നിന്ന് കാൺപൂരിലേക്ക് വരുന്ന ഒരു തീവണ്ടി. ആ തീവണ്ടിയിൽ നിറയെ യാത്രക്കാർ. ആ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഗുലാം ദസ്തികർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ അതിവേഗം സ്റ്റേഷൻ മാസ്റ്ററെ വിളിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് കയ്യിൽ കണ്ട ആ പച്ച കുടിയെടുത്ത് ആ തീവണ്ടിക്ക് കാണിക്കുന്നു. ആ തീവണ്ടി അവിടെ വിട്ടു പോകുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ ഉത്തരവില്ലാതെ ആ തീവണ്ടി അവിടെ നിന്ന് പറഞ്ഞു വിട്ട് തുടർന്ന് വരുന്ന വണ്ടികൾ നിയന്ത്രിച്ച് ആ മനുഷ്യൻ ആ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ തുടരുകയാണ്. പിന്നീട് അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് മരിക്കുന്നത്. അപ്പൊ അദ്ദേഹം സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ പോകുമ്പോൾ കാണുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തന്റെ കയ്യിലൊരു ഫോൺ റിസീവർ എടുത്ത കസേരയിൽ ഇരുന്ന് നിശ്ചലനായിരിക്കുന്ന ചിത്രമാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി വിഷവാതകം വിട്ടുകൊടുക്കാതെ ആ വിഷവാതകം ശ്വസിച്ച് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ പോലെ ആ കസേരയിൽ ഇരുന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടാലും അത് തിരഞ്ഞെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകൻ എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിഷവാതകം ശ്വസിക്കാനുള്ള പ്രേരണയാണ് യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ അതാണോ ആധുനിക കാലത്ത് മാധ്യമപ്രവർത്തനം എന്നുള്ളത് നമ്മൾ ആത്മവിമർശനത്തോടുകൂടി തന്നെ ചോദിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അന്തസത്തയായി അടങ്ങിയിരിക്കുന്നത്. വസ്തുതകളെ നിരന്തരം ചെയ്യുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാലത്ത് വസ്തുതയ്ക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഫാക്ട് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് വിരുദ്ധമായ ആശയമായിരുന്നു. കാര്യം വാല്യൂ ഇല്ലാതെ ഫാക്ട്, വസ്തുതകൾ മാത്രം അവതരിപ്പിക്കുന്നത് ഒരു കോർപ്പറേറ്റ് രീതിയായിരുന്നു. ഇന്ന് അതിലും അപ്പുറത്തേക്ക് പോയി ഫാക്ട് തന്നെ മിസ്റെപ്രസെന്റ് ചെയ്യുന്ന കാലമാണ്. നിങ്ങൾ ഓർമ്മിച്ചോളൂ, നിങ്ങൾ കരുതിക്കൊള്ളൂ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇനി വരും തിരഞ്ഞെടുപ്പുകളും PR-ന്റെ യുദ്ധമായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ചില പേരുകൾ നിങ്ങൾ കേൾക്കുന്നു. പണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറിയ PR ഏജന്റുമാര്, PR വർക്ക് ചെയ്യുന്നവര്, അത് പാർട്ടിയിലെ സാധാരണക്കാരായ മനുഷ്യര് ഒരുമിച്ചുകൂടി പ്രാദേശികമായി എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടി പദ്ധതികൾ തീരുമാനിക്കുന്നത് എന്നതായിരുന്നു. നാട്ടിൻ പുറത്തെ കനകൂലുമാരായിരുന്നു അവര് കലങ്ങിന്റെ പുറത്തിരുന്ന്, ചിലപ്പോൾ ഒരു ചായപ്പീടികയിലിരുന്ന്, ചിലപ്പോ ഒരു കട്ടൻ കാപ്പിയുടെയും കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും കൂടി മാത്രം സഹായത്തോടുകൂടി അന്നത്തെ കനകൂലുമാര് പാർട്ടിയുടെ തന്ത്രങ്ങൾ തെളിയുമായിരുന്നു. അതിൽ ചില കനകൂലുമാര് കഥാപ്രസംഗം പറയുമായിരുന്നു. അതിൽ ചില കനകൂലുമാര് നാടകത്തിലൂടെ കഥ പറയുമായിരുന്നു. ചില കനകൂലുമാര് കവിത എഴുതുമായിരുന്നു. പക്ഷേ ഇന്ന് കനകൂലു എന്നുള്ള വാക്ക് ഒരു PR-നെ റെപ്രസെന്റ്, കനകൂലു മാത്രമല്ല, പ്രശാന്ത് കിഷോർ ആണെങ്കിലും ജനാധിപത്യത്തെ പബ്ലിക് ഒപ്പീനിയൻ മേക്ക് ചെയ്യുന്ന ഒരു കലയായി, അതിന്റെ ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെ വരുമ്പോ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയും നിങ്ങൾക്ക് ജനങ്ങളെ തൊടാൻ മറ്റൊരാളുടെ സാന്നിധ്യം വേണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ മനസ്സറിയാൻ,
നിങ്ങൾ മൂന്നാമതൊരാളിലേക്ക് പോകുമ്പോൾ നിങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകൻ മരിക്കുകയും നിങ്ങൾ കേവലം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു PR ഏജന്റിന്റെ ക്ലയന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് ഏത് പാർട്ടി ചെയ്യുമ്പോഴും അത് സാധ്യമാണ്. ജനങ്ങളുടെ മനസ്സ് നേരിട്ടറിയുന്ന ആ സ്പന്ദമാകെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിങ്ങൾക്ക് പണം കൊടുത്തൊരു PR ഏജൻസിയെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത്. എപ്പോഴും നമ്മൾ പറയാറില്ലേ, ഈ മുദ്രാവാക്യങ്ങൾ കവിതകളാകുന്നത് രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോഴാണ്. രാഷ്ട്രീയം സർഗാത്മകമാകുന്നില്ലെങ്കിൽ കനകൂലുമാരുടെ ഫോർമുലകളാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത്. അതൊരു പാർട്ടിയുടെ പേരിൽ പറയാനല്ല. കനകൂലുവിനെ മോശമായി കാണുന്നുമില്ല ഞാൻ. കനകൂലുവിന്റെ ഏറ്റവും ഒടുവിലത്തെ പഠനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് പഠിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ആഴമേറിയ ഡാറ്റ വെച്ചുള്ള വിശകലനമാണ് അതിൽ നടക്കുന്നത്. ഡാറ്റ വെച്ചുള്ള പഠനം ഒരു കാലത്ത് നമ്മൾ നടത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്നതും ഇനി വരുന്നതുമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് PR ഏജന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധമായി മാറും. അങ്ങനെ മാറുമ്പോൾ സംഭവിച്ചു പോകുന്നത് നിങ്ങളുടെ റഡാറുകളിൽ നിന്ന് അതിദരിദ്രനായ മനുഷ്യൻ അപ്രത്യക്ഷരാകുകയും വോട്ടിന് ശേഷിയുള്ള സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയും അവൻ അധികാരത്തിൽ നിശ്ചയിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെ ഞാൻ അനുകൂലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ബാക്കി വികസനവും ബാക്കി എല്ലാ കാര്യങ്ങളും അതവിടെ നിൽക്കട്ടെ, ഒരേ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് റാൻസിയർ എന്ന ഫ്രഞ്ച് ചിന്തകൻ പറയുന്നത് പോലെ ഏറ്റവും അദൃശ്യവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ ദൃശ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഒരു സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ, കേൾക്കാത്തവന്റെ ശബ്ദം കേൾപ്പിക്കാൻ ഒരു സംവിധാനം നടത്തുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം. അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന പദ്ധതി ഒരു PR വർക്കല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. കാരണം ആ പരിപാടി എന്താണ് എന്ന് അടുത്ത് നിന്നറിയാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. 16,000 പേരേ ഉള്ളൂ, 16,000 കുടുംബങ്ങളെ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യരിലേക്ക് സംവിധാനം ഇറങ്ങി ചെല്ലുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത കാലത്തൊന്നും കേരളത്തിന്റെ രാഷ്ട്രീയം കണ്ടിട്ടില്ല. ആ ഒരൊറ്റ കാരണം മാത്രമാണ് ഈ സർക്കാർ ആ അർത്ഥത്തിൽ ഈ റഡാറിൽ നിന്ന് പുറത്തുപോയ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തി എന്ന് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ വിമർശനങ്ങളും എല്ലാ മാധ്യമപ്രവർത്തകരെ പോലെയും എനിക്കുണ്ട്. അധികാരം നമ്മളെ ദുഷിപ്പിക്കും. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നമ്മൾ കേൾക്കുന്ന പാട്ടിൽ, നമ്മൾ കാണുന്ന കലാരൂപങ്ങളിൽ, നമ്മൾ നിരന്തരം ഇടപെടുന്ന മൊബൈൽ ഫോണിലെ റീലുകളിൽ നമ്മളല്ലാതാക്കി മാറ്റുന്ന, നമ്മളുടെ രാഷ്ട്രീയം ചോട്ടിക്കളയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ മോഹിപ്പിക്കുന്ന വലയങ്ങളുണ്ട്. സാധാരണ പറയാറുണ്ട്, AKG പണ്ട് ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ നിന്ന് ഈ MP-മാരുടെ വീടുകളിലേക്ക് അപ്രതീക്ഷിത സന്ദർശനം നടത്തുമായിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇവർ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നതറിയാൻ. ഇന്ന് വിദേശത്തേക്ക് പോയി തിരിച്ചു വരുന്ന മനുഷ്യരിലും അധികാരം അവരുടെ സങ്കല്പങ്ങളിൽ പലരും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ യാത്രകൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ രാഷ്ട്രീയത്തെ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങൾ കാണുന്ന സിനിമകളിൽ നിന്ന്, നിങ്ങളുടെ എന്റർടൈൻമെന്റിൽ നിന്ന്, വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന്, കാണുന്ന TV ഷോകളിൽ നിന്ന് നിങ്ങളുടെ രാഷ്ട്രീയത്തെ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഞാനൊക്കെ കൊല്ലത്ത് കഥാപ്രസംഗം കേട്ട് വളർന്നയാളാണ്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരവും ഒരു റീല് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരവും രണ്ടാണ്. അതിനെ പിന്നീട് സാംസ്കാരിക രാഷ്ട്രീയത്തിൽ ഒരുപാട് വിശകലനങ്ങളിലൂടെയൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതൊക്കെ പിന്നീട് ഒരു അവസരത്തിലാവാം. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടുന്ന വസ്ത്രം, സഞ്ചരിക്കുന്ന പാത, കാണുന്ന നാടകം, കാണുന്ന കലാരൂപം, നിങ്ങൾ ഇടപെടുന്ന മനുഷ്യർ, നിങ്ങളുടെ തൊഴിൽ, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട്. അതിനും അപ്പുറമാണ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതരം കാഴ്ചകളെ കരുതിയിരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അവാർഡിന് തിരഞ്ഞെടുത്തതിനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നതിനോടൊപ്പം പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ പൈസ കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ പുരസ്കാര പ്രഖ്യാപനം വരുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഡെസ്കിൽ ആദ്യം ചോദിക്കുന്നത് പൈസ വല്ലതുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പൈസ ഇല്ലാത്ത പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരെ അവിടെ എത്തിക്കാനുള്ള കുറുക്കോഴികളാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ചില പരിപാടികളിൽ ചില മാധ്യമപ്രവർത്തകർ വരണം എന്നുള്ളത് കൊണ്ട് ഒരു പുരസ്കാരം എന്ന് പറയുന്നത്, പുരസ്കാരം എന്ന് പറയുന്നത് ഒരു ഫലകമാണ്. ആ ഫലകം സ്വീകരിക്കാൻ വേണ്ടി വരും എന്ന് അവർക്കറിയാം. അപ്പോ അങ്ങനെ, പക്ഷേ ചില പുരസ്കാരങ്ങൾക്ക് ഈ പൈസയേക്കാൾ വലിയ തിളക്കമുണ്ട്. എനിക്ക് PR രാജന്റെ പേരിലുള്ള പുരസ്കാരത്തിന്റെ പ്രശസ്തി പത്രവും ആ ഫലകവും മാത്രമേ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പേര് വീട്ടിലിരിക്കുന്നതിനേക്കാൾ വലിയ ഒരു മഹത്വം അദ്ദേഹത്തിന്റെ പേരിലുള്ള 25,000 രൂപയ്ക്ക് ഇല്ല എന്ന് ഞാൻ കരുതുന്നു. പൈസ കുറച്ച് കാണുകയില്ല. ആ പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. താരതമ്യേന നല്ല തുകയുമാണ്, നല്ല ഭാരവുമുണ്ട്. 25,000 രൂപയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതും അതാണ്. അപ്പോ ഈ പൈസ ഞാൻ തിരിച്ച് കമ്മിറ്റിയല്ല ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നമുക്കിത് ഉപയോഗപ്രദമായ മറ്റേതെങ്കിലും സംവിധാനത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നായിരിക്കും. സെറിബ്രൽ
സെറിബ്രലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെ പക്ഷാഘാതം സംഭവിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ആ കുട്ടികളെ അറിയില്ല, ഡോക്ടറെയും എനിക്കറിയില്ല. ഖാദർ പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ആ കുട്ടികൾക്ക് കഴിയുന്നതും പ്രകാരം ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കുട്ടികൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.